ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിൽ ഇന്ന് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനെ കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി AJ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിൽ വരുന്ന അണുബാധ, ഇന്നേവർക്കും സുപരിചിതമായൊരു വാക്കാണ്. സ്ത്രീകളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമാണ് തുടർച്ചയായ മൂത്രത്തിലെ വരുന്ന ഇൻഫെക്ഷനും ഒപ്പം അതിനോട് ചേർന്ന് വരുന്ന യോനിയിലെ അണുബാധയുമെല്ലാം. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്ത്രീകൾ വളരെയധികം ആന്റിബയോട്ടിക് ഉപയോഗം സ്ത്രീകളുടെ ജീവിതത്തിൽ കൂടാൻ ഉള്ള ഏറ്റവും ഒരു പ്രധാന കാരണമായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മാറാറുണ്ട്. ഇത്തരം ഇൻഫെക്ഷനുള്ള 52% പേരും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 3-4 ആന്റിബയോട്ടിക് കോഴ്സ് എടുത്തിരിക്കാനുള്ള സാധ്യതയും അതിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ലോവർ ജെനിറ്റൽ ട്രാക്ട്, നമ്മുടെ മൂത്രനാളവും യോനിയും ഒക്കെ ചേർന്ന് വരുന്ന ആ ഭാഗത്തെ ഇമ്മ്യൂണിറ്റി ഇത്രത്തോളം കുറയാൻ വളരെയധികം കാരണങ്ങളുണ്ട്. പെൺകുട്ടികളായിരിക്കുമ്പോൾ മുതൽ, സ്കൂൾ കാലഘട്ടം മുതൽ ഒരു മൂത്രം പിടിച്ചു വെക്കുന്ന ഒരു പ്രവണത, ആർത്തവ സമയത്തുള്ള ഒരുപാട് മാറ്റങ്ങൾ, കൃത്യമായിട്ടുള്ള ശുചിത്വം പാലിക്കാനാവാത്തത്, മുതിരുമ്പോൾ ഉള്ള ഒരു ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് നമ്മുടെ ശാരീരിക പ്രക്രിയകളെ പലപ്പോഴും മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സ്ത്രീകൾ പലപ്പോഴും എത്തിപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലേ ഉള്ള ഒരു മൂത്രം കൂടുതൽ നേരം പിടിച്ചു വെക്കുന്ന ഒരു ശീലം, തീരെ വെള്ളം കുടിക്കാതിരിക്കാവുന്ന ഒരു ശീലം, അതുപോലെ ആർത്തവ സമയത്ത് കൃത്യമായ ഇടവേളകളിൽ പാഡ് ചേഞ്ച് ചെയ്യാതിരിക്കുകയും മൂത്രം ഒഴിക്കാനുള്ള മടി കാരണം വെള്ളം തീരെ കുടിക്കാതിരിക്കുകയും ചെയ്യുന്നതെല്ലാം ഇതിന്റെ ഒരു അടിസ്ഥാന കാരണങ്ങളായിട്ട് ചെറുപ്പത്തിലെ സ്ത്രീകളുടെ ജീവിതത്തിൽ കടന്നുകൂടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങള്, ലൈംഗിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതിനെ സംബന്ധിച്ച പ്രശ്നങ്ങളെല്ലാം ഇത്തരത്തിലുള്ള അണുബാധയ്ക്ക് പിന്നീട് വഴിതെളിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മൂത്രപ്പഴുപ്പിന്റെ ഒരു പ്രാഥമിക ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, ശക്തമായി ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു ശക്തമായ തോന്നൽ ഉണ്ടാവുക, അതുപോലെ മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ പുകച്ചിൽ തോന്നുക, അടിവയർ വേദന തോന്നുക, മൂത്രത്തിൽ വളരെ കലങ്ങിയ മൂത്രം പോലെ തോന്നുക, രക്തത്തിന്റെ അംശം ഉണ്ടായിരിക്കുക. ഇനി വളരെ ശക്തമായ ഇൻഫെക്ഷൻ ആണെങ്കിൽ ശക്തമായ പനിയും വിറയലും ഉണ്ടാവുക. ഇതെല്ലാം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. തുടർച്ചയായി നടുവേദന ഉണ്ടായിരിക്കുക. അതുപോലെ തുടർച്ചയായി ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും പനിയും വിറയലും ഒന്നും ഉണ്ടാവണമെന്നില്ല. ഒരു വളരെ ലഘുവായ ലക്ഷണങ്ങൾ മാത്രമായിരിക്കാം തുടർച്ചയായ ഇൻഫെക്ഷനിലൂടെ കൂടെ വരാറ്. പക്ഷെ ഒരിക്കലും അത് കൃത്യമായ രീതിയിൽ ചികിത്സിക്കാതിരുന്നാൽ അത് മുകളിലോട്ട്, യൂറിനറി മൂത്രനാളം വഴി അത് മുകളിലേക്ക് ആ ഇൻഫെക്ഷൻ മാറുകയും അത് കിഡ്നിയൊക്കെ ബാധിക്കുന്ന മറ്റ് പല അസുഖങ്ങളായിട്ട് പിന്നീട് മാറിത്തീരുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ മൂത്രത്തിലെ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലുള്ള കുറച്ച് ജീവിത സാഹചര്യങ്ങളാണ്. ഒന്ന്, ആർത്തവ ശേഷം മൂത്രത്തിലെ ഇൻഫെക്ഷൻ കൂടുന്നവരുണ്ട്. അപ്പോൾ ആർത്തവ സമയത്ത് കൃത്യമായ ഇടവേളകളിൽ പാഡ് ചേഞ്ച് ചെയ്യുക, കൃത്യമായി വെള്ളം കുടിക്കുക, കൃത്യമായ ഇടവേളകളിൽ മൂത്രം ഒഴിക്കുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്നൊക്കെ പേരിൽ നമുക്ക് കൂടുതൽ ഇൻഫെക്ഷൻ ചിലർക്ക് വരാറുണ്ട്. അതും ആ സമയത്ത് വരുന്ന ഒരു വജൈനൽ ഫ്ലോറ, വജൈനന്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റി ചേഞ്ച് കൊണ്ടും ഒക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്തും ഇത്തരം കാര്യങ്ങൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം കുടിക്കുന്നതും അത്തരത്തിലുള്ള ഹെൽത്തിയായ ഭക്ഷണശീലങ്ങൾ പിന്തുടരുക എന്നുള്ളതും. അതുപോലെ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചും പല സ്ത്രീകൾക്കും മൂത്രത്തിൽ ഒഴിക്കുമ്പോൾ വല്ലാത്ത പുകച്ചില്, വേദനയൊക്കെ തോന്നാറുണ്ട്. അതെപ്പോഴും ഒരു ഇൻഫെക്ഷന്റെ ലക്ഷണമായിരിക്കണം എന്നില്ല. പലപ്പോഴും ഈസ്ട്രജൻ ഹോർമോണിന്റെ ഒരു കുറവ് മൂലം ഒരു മൂത്രനാളത്തിന് വരുന്ന ഒരു ചുരുങ്ങലും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു പുകച്ചിലിന് കാരണമാകാം. അപ്പോൾ അത് കൃത്യമായ കാരണം കണ്ടുപിടിച്ച് അതിനെ കൃത്യമായി ചികിത്സിക്കുക എന്നുള്ളതാണ് ഈ ഓരോ ഘട്ടത്തിലും ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെ തടയാം? എല്ലാവരും ചെയ്യാറുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക. പലപ്പോഴും ഇൻഫെക്ഷൻ കൂടുതൽ തവണ വരുന്നവർ അമിതമായ വെള്ളം കൂടി ഒരു ശീലമാക്കുന്ന പ്രവണതയൊക്കെ കണ്ടുവരാറുണ്ട്. എപ്പോഴും ഒരു 8 മുതൽ 12 ഗ്ലാസ് വരെ മാത്രം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഒരു പരിധിയിലധികം 2 ലിറ്റർ 3 ലിറ്റർ ഒക്കെ കുടിക്കുന്ന പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. പലപ്പോഴും അത് ഭാവിയിൽ ഒരു കിഡ്നിക്ക് അത് എത്രത്തോളം ലോഡ് വരുന്നത് ഭാവിയിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. എല്ലാം ഒരു മിതമായ രീതിയിൽ ശീലിക്കുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
നല്ലതാണ്. അതുപോലെ ഞെരിഞ്ഞിൽ, ബാർലി പോലെ ഇട്ട കൂവപ്പൊടി ഇതൊക്കെ ഇട്ട വെള്ളങ്ങൾ കുടിക്കുന്നത് മൂലം ഒരു അസിഡിക് ആൽക്കലൈൻ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ മൂത്രത്തിന്റെ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയെ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ ആയുർവേദത്തിലാണെങ്കിൽ ബൃഹത്യാദി കഷായം, ചന്ദ്രപ്രഭ ഗുളികയൊക്കെ സ്ഥിരമായി കുറച്ചു കാലം സേവിക്കുന്നത് മൂലം തുടർച്ചയായി ഇൻഫെക്ഷന് മാറി കാണാറുണ്ട്. ശക്തമായ ഇൻഫെക്ഷൻ നിലനിൽക്കുകയാണെങ്കിൽ ആന്റിബയോട്ടിക് ഉപയോഗം തന്നെ നമുക്ക് ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. യൂറിൻ കൾച്ചർ ചെയ്ത് കൃത്യമായ ബാക്ടീരിയ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതും അപ്പോഴത്തെ ആക്റ്റീവ് ഇൻഫെക്ഷൻ മാറാൻ പ്രധാനമാണ്. കൂടെ യോനിയിലെ അണുബാധ, വജൈനൽ ഇൻഫെക്ഷൻ കൂടെ ഉണ്ടെങ്കിൽ അതിനു വേണ്ട ട്രീറ്റ്മെന്റും എടുക്കുക എന്നുള്ളതും യൂറിനറി ഇൻഫെക്ഷൻ മാറാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം യോനിയും മൂത്രനാളവും ഒക്കെ സ്ത്രീകളിൽ വളരെ അടുത്തടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നതിനാൽ ഒരു ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്നെ മറ്റേ ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ഭക്ഷണത്തിൽ അമിതമായ എരിവ്, പുളി, കൂടുതൽ സ്പൈസസ് ഒക്കെ ഉപയോഗിക്കുന്നവരിലും ഇത്തരം ഇൻഫെക്ഷൻ വളരെ കൂടി കാണാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും മിതമായ രീതിയിൽ എരിവ്, പുളി, ഉപ്പ്, കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ ഇൻഫെക്ഷൻ തടയാൻ സഹായിക്കും. അതുപോലെ അമിത മധുര ഉപയോഗവും ഇത്തരത്തിലുള്ള ഈസ്റ്റ് ഇൻഫെക്ഷനെ വളരെയധികം കൂട്ടുന്നതാണ്. ചോക്ലേറ്റ് പോലെയുള്ള അധികം മധുരമുള്ള സംഭവങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നത്, അതുപോലെ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള പൊടികൾ വെച്ചിട്ടുള്ള, അതായത് എപ്പോഴും ഒരു ധാന്യം വളരെ കുറയുക, പച്ചക്കറികൾ, പഴങ്ങൾ തീരെ ഭക്ഷണത്തിൽ കുറയുക, കിഴങ്ങ് വർഗ്ഗങ്ങൾ പോലെയുള്ള കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക എന്നിവ മൂലവും നമ്മുടെ വജൈനൽ ആ ഭാഗത്തുള്ള ബാക്ടീരിയൽ ഫ്ലോറയ്ക്ക് വ്യത്യാസം വരികയും ഇമ്മ്യൂണിറ്റി കുറയുകയും തുടർച്ചയായി ഇൻഫെക്ഷന് കാരണമാവുകയും ചെയ്യും. ഇപ്പോൾ ഭക്ഷണത്തിൽ വളരെ ഹെൽത്തിയായ ഒരു ഭക്ഷണശീലം ഉൾപ്പെടുത്തുക ജീവിതത്തിൽ എന്നുള്ളത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും മൂത്രത്തിലെ ഇൻഫെക്ഷനും ഭക്ഷണവുമായിട്ടൊന്നും പലരും ഒരു ബന്ധം കാണാറില്ല. അപ്പോൾ എപ്പോഴും പച്ചക്കറികൾ, പഴങ്ങൾ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുക, പലതരം ജ്യൂസുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ധാന്യങ്ങൾ, മുഴുവൻ ധാന്യത്തോടെയുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കാൻ ശ്രമിക്കുക, കിഴങ്ങ് വർഗ്ഗങ്ങളുടെയും അമിത മധുരത്തിൻ്റെയും ഉപയോഗം കുറയ്ക്കുക, ഇവയെല്ലാം ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. കൂടുതൽ പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതും ചിലരിൽ ഇൻഫെക്ഷൻ നീണ്ടു നിൽക്കാനുള്ള കാരണമായിട്ട് കാണാറുണ്ട്. അതൊരു ലാക്ടോസ്, പാലിലെ പ്രോട്ടീൻ്റെ ഒരു അലർജി ഉള്ളവരിലെല്ലാം പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗം നിർത്തുന്നതും ഇത്തരത്തിലുള്ള ഈസ്റ്റ് ഇൻഫെക്ഷൻ പോലെയുള്ള തടയാൻ ഫലപ്രദമായി കാണാറുണ്ട്. അതുപോലെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഫുഡ് കഴിക്കുക എന്നുള്ളതും ഇത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നല്ലതാണ്. ഓറഞ്ച്, നാരങ്ങ പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ വീട്ടിലെ സംഭാരം, മോര് ഉപയോഗിക്കുന്നതും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ തടയാൻ ഫലപ്രദമാണ്. നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയ, നമ്മുടെ കുടലിലുള്ള വളരെ നമുക്ക് ഉപയോഗപ്രദമായ ബാക്ടീരിയയുടെ ആരോഗ്യവും അതുപോലെ നമ്മുടെ വജൈനൽ, യൂറിനറി ട്രാക്ട് ആ ഭാഗത്തുള്ള ബാക്ടീരിയയുടെ ആരോഗ്യവും തമ്മിലെല്ലാം വളരെ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ മോര് പോലെയുള്ള ഒരു പ്രോബയോട്ടിക് സംഭവങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഇത്തരത്തിലുള്ള നമ്മുടെ സൗഹൃദപരമായി ഉള്ള ബാക്ടീരിയകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് മൂലം ഇമ്മ്യൂണിറ്റി കൂടുകയും തുടർച്ചയായി ഇൻഫെക്ഷനെ ശരീരത്തിന് തന്നെ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടുകയും ചെയ്യും. അതുപോലെ ആയുർവേദ മരുന്നുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ത്രിഫല. ത്രിഫല ചൂർണം എല്ലാ ദിവസവും നിത്യം ഒരു രാത്രി തേനും നെയ്യും കുറച്ച് ചേർത്തിട്ട് എല്ലാ ദിവസവും കഴിക്കുന്നതും ഇത്തരത്തിലുള്ളൊരു ഇമ്മ്യൂണിറ്റി കൂട്ടാൻ മികച്ചതായി കണ്ടിട്ടുണ്ട്. അതുപോലെ ത്രിഫല ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആ ഒരു യോനിഭാഗമെല്ലാം കഴുകി കൊടുക്കുന്നതും പ്രത്യേകിച്ച് ആർത്തവ സമയത്തും അതിനുശേഷവും ഒക്കെ അങ്ങനെ ഒരു വജൈനൽ വാഷിനും ഇത്തരത്തിലുള്ള അണുബാധയെ തടയാനും പ്രിവെന്റ് ചെയ്യാനും ഒരു ഫലപ്രദമായി കാണാറുണ്ട്. പിന്നെ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു സ്ത്രീകളുടെ സൈക്കോളജി പോലും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ തുടർച്ചയായി വരാനുള്ള ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാട്ടാറുണ്ട്. തീരെ ഒരു സംതൃപ്തമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, ഒന്നും പുറത്ത് പ്രകടിപ്പിക്കാനാവാത്ത ദേഷ്യം, അമർഷമൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത്, കുട്ടിക്കാലത്തെ ഒരു ലൈംഗികമായിട്ടുള്ള ദുരനുഭവങ്ങൾ, ലൈംഗികതയോടുള്ള വെറുപ്പ്, മടുപ്പ്, ഇതെല്ലാം മാനസിക തലത്തിൽ ഒരുപാട് ചേഞ്ച് വരുത്തുകയും അത് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും തുടർച്ചയായ ഇൻഫെക്ഷനുള്ള ഒരു സാധ്യത ഒരുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളവർക്ക് ഒരു കൗൺസിലിംഗ് വഴിയോ ഒരു മെഡിറ്റേഷൻ വഴിയോ ഒക്കെ സ്വയം ഒരു ഇമോഷനുമായി പൊരുത്തപ്പെടാനും അതുവഴി ഫ്രീ ആയി ജീവിക്കാനും ഒരു സാധിക്കുക എന്നുള്ളതും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ വളരെ ശക്തമായി നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ചെറിയ തരത്തിലുള്ള അസുഖങ്ങളിലെല്ലാം നമ്മുടെ ഭക്ഷണത്തിന്റെ പ്രാധാന്യം, നമ്മുടെ മാനസികാവസ്ഥയുടെ പ്രാധാന്യം, നമ്മുടെ ജീവിത ശൈലിയുടെ ഒരു മാറ്റം ഒക്കെ അനിവാര്യമായ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്.
തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ കുറിച്ചായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.